മാർക്കോ ഓഫ് കോഴ്സ് എന്റെ ഫസ്റ്റ് മൂവിയാണ്. അപ്പൊ അതിൻ്റെതായ ഒരുപാട് പേടിയും ഒരു ഇതുണ്ടായിരുന്നു. ഹനീഫ് സാറായാലും ഉണ്ണിച്ചേട്ടനായാലും എന്നെ എല്ലാ മാർക്കോടെ എൻറ്റയർ പ്രോസസ്സിൽ എന്നെ ഒരു കംഫർട്ട് ചെയ്ത് കൊണ്ടുപോയത് കൊണ്ട് കുഴപ്പമില്ലാതെ എല്ലാം ഹാപ്പി ആയിട്ട് പോയി. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഓഫ് കോഴ്സ് അതും കൂടെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഡബിൾ ഹാപ്പി ആയി. So happy to hear from you. And yes, in the Sundariyale Kanu Vidit, and she is a multi-talented person as well, a model, an actress. What do you want to say? Share us the experience in that movie. Hi everyone, എല്ലാവർക്കും നമസ്കാരം. അഭിമന്യു പറഞ്ഞ പോലെ മാർക്കോ എന്റെയും ഫസ്റ്റ് മൂവിയാണ്. So I was nervous plus excited, but the set was amazing. ഉണ്ണിച്ചേട്ടൻ, ഹനീഫ് സർ, ഞങ്ങളുടെ പ്രൊഡ്യൂസർ, amazing experience ആയിരുന്നു. അപ്പോൾ അങ്ങനെ പഠിച്ചു വന്നു, and this is where we are now, and the movie is running successfully. Thank you. All right, you know why they came here? In 2025 New Year wish ചെയ്യാൻ വേണ്ടി, especially to our foreign people, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും വിഷ് ചെയ്യാനാണ് അവർ വന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ ഇറ്റ് ഇസ് ലൈക്ക് എ വെരി ഒരു നല്ലൊരു വാല്യുബിൾ മൊമെന്റ് ആണ്. ഡു യു വാണ്ട് ആസ്ക് എനി ക്വസ്റ്റ്യൻ ടു ദീസ് പേഴ്സണാലിറ്റീസ്? ഇഫ് യു വാണ്ട്, ഞാൻ പറയുന്നത് ഭയങ്കര ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്നേ പറയുള്ളൂ. യു ആർ റെഡി ഫോർ ആൻസറിംഗ് ദ ക്വസ്റ്റ്യൻ, റൈറ്റ്? Oh my God, they are so ready to answer the question. So what say? ആരാ ചോദിക്കാൻ പോകുന്നത്? You can just tell me the question. ആരാ മാർക്കോ മൂവി കണ്ടത്? Tell me. എവിടെ? ആ മോനെ വിഷ്വൽസ് കണ്ട് എന്ത് ഫീൽ ചെയ്തു? അത്രയും ക്ലോർ ആയിട്ടുള്ള ഏറ്റവും വൈൽഡ് ആയിട്ടുള്ള മൂവിയാണോ? അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു നിങ്ങൾക്ക്. നിങ്ങളുടെ അഭിനയം സൂപ്പർ ആയിരുന്നു. എങ്ങനെയായിരുന്നു നിങ്ങളുടെ തിയേറ്ററിൽ എക്സ്പീരിയൻസ്? Over to you. അല്ല, തിയേറ്റർ എക്സ്പീരിയൻസിന് ഉപരി എന്റെ അടുത്ത് ഈ സ്റ്റോറി കാര്യം പറയുമ്പോൾ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ബട്ട് ഓഫ് കോഴ്സ് സിനിമയിലൂടെ അഭിനയിച്ച് പോകുമ്പോൾ ആ ഒരു പ്രോസസ്സിൽ പോയപ്പോഴത്തേക്ക് എന്റെ ഇത് വേറൊരു റേഞ്ച് ആണെന്ന് എനിക്ക് അന്നേരം ഫീൽ ചെയ്തു. ഓഫ് കോഴ്സ് എനിക്കത് അറിയാമായിരുന്നു, ബിക്കോസ് ഞാൻ അത് അഭിനയിച്ചുകൊണ്ട് എനിക്ക് എങ്ങനെയായിരിക്കും സ്റ്റോറി, എങ്ങനെ എനിക്ക് എത്രത്തോളം വയലന്റ് ആയിരിക്കും എന്ന് എനിക്കറിയാം. പക്ഷെ ആ ഒരു എന്റെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കുന്നില്ലല്ലോ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ. നിങ്ങൾക്ക് ഓഫ് കോഴ്സ് അത് ഭയങ്കര ബ്രൂട്ടൽ വയലന്റ് ആയിട്ട് തോന്നും. പക്ഷെ ഞാനിത് ഒരുപാട് തവണ ഡബിങ്ങിലാണല്ലോ ഇതിനൊക്കെ ഒരുപാട് തവണ കണ്ടതുകൊണ്ട് എനിക്കിത് യൂസ്ഡ് ആയി. പക്ഷെ നിങ്ങളുടെ ഒരു ഫീലിംഗ് ആയിരിക്കത്തില്ല ഞാൻ കാണപ്പെടാത്ത ഫീലിംഗ്. താങ്ക് യു. Alright, thank you so much. So ഇനി ആർക്കെങ്കിലും ഉണ്ടോ ചോദ്യം ചോദിക്കാൻ വേണ്ടി? കാര്യം ഒരു ഫിലിമിൽ എന്താ പറയുക, ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഇത്രയും പാഷനേറ്റ് ആയിട്ട് ചെയ്ത് ഔട്ട് വരിക, ആൻഡ് ദാറ്റ് ഇസ് ടു സക്സസ് ആവുക, ആൻഡ് നിങ്ങൾ അത് കണ്ട് നിങ്ങൾ കൊടുക്കുന്ന ഒരു ഫീഡ്ബാക്ക്, ദാറ്റ് ഇസ് എ കറക്റ്റ് റിവാർഡ് അല്ലേ നിങ്ങൾക്ക് കിട്ടുന്നത്? യെസ്. അപ്പൊ ഇവരും ആക്ച്വലി കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയിപ്പോ എന്തായാലും ഒരു ആൺപുലി ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോ, വാട്ട് അബൌട്ട് എന്താ പറയുക, നമ്മുടെ ലേഡീസിൽ ആർക്കാണ് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്? ആർക്കെങ്കിലും? ഓ കം കം കം, ഒരു നല്ലൊരു കൈയ്യടി എടുത്തേ for her, like she came forward. Why did you go for a villain role in the first movie? Why did you go for a villain role in the first movie itself? എനിക്കൊരു നല്ലൊരു എൻട്രി വേണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിപ്പോ വില്ലൻ ആണെങ്കിലും ഹീറോ ആണെങ്കിലും ശരി, എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ആ ഒരു ക്യാരക്ടറിനെ ചെയ്ത് നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഇപ്പൊ ഞാൻ ചെയ്ത റോള് നിങ്ങളെല്ലാരും വെറുത്തിട്ടുണ്ട്. നിങ്ങളെ മാക്സിമം വെറുപ്പിച്ച് നിങ്ങളുടെ മനസ്സിൽ അവനെ കിട്ടിയിരുന്നെങ്കിൽ നശിപ്പിച്ച് കളയാതെ എന്നൊരു ഫീലിംഗ് നിങ്ങൾക്ക് വന്നിരുന്നു. അപ്പൊ ആ ഒരു സാധനം തരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഹനീഫ് അദ്ദേഹം എനിക്ക് ആ ഒരു റോള് തന്നു. എനിക്ക് ആ ക്യാരക്ടറിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു തന്നപ്പോ കൊള്ളാം, ഒരു സൈക്കോ ക്യാരക്ടറാണ്. അപ്പോ ഒരു നോർമൽ ഒരു വില്ലൻ ചെയ്യുന്നതിലും എനിക്ക് ഈ പറയുന്ന പോലെ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു വെറുപ്പ് കിട്ടുന്ന ഒരു സാധനം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് കേട്ടപ്പോ എനിക്ക് ഒരു നോ പറയാനൊന്നും തോന്നിയില്ല. കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് നീ ഒരു വില്ലനല്ല, ഒരു സൈക്കോ വില്ലനാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഹനീഫ് സേ നോ മോർ, ഐ ആം മെൻ. ഇതായിരുന്നു എന്റെ ഫസ്റ്റ് റെസ്പോൺസ്. Oh my God, ഇനി നമുക്ക് ഫ്യൂച്ചർ പ്രോജക്ട്സിനെ കുറിച്ചിട്ടൊന്നും എന്തെങ്കിലും ഫ്യൂച്ചർ ഇനിയിപ്പോ വരാൻ പോകുന്നത്, ഇനിയിപ്പോ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എനിക്ക് തോന്നുന്നു ആ കൊച്ചു പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. വാട്ട്സ് അങ്ങനെ അഭിനയിക്കുമോ ഇനിയിപ്പോ നെക്സ്റ്റ് അങ്ങനത്തെ ഒരു മൂവി വരുവാണെങ്കിൽ? തീർച്ചയായും ഞാൻ ചെയ്യും. പിന്നെ Alright, so they came here all the way to just give us a New Year wish. So അപ്പൊ എന്തായാലും നമ്മുടെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ട് we are requesting to give ഒരു നല്ലൊരു ന്യൂ ഇയർ വിഷ് from both of your sides. Handing over to you. ക്രിസ്മസ് എന്തായാലും കഴിഞ്ഞു. Did you guys enjoy your Christmas? ഇപ്പൊ ന്യൂ ഇയർ ആയിട്ട് എന്താ പരിപാടി? So let this be the best year, and I mean the coming year also, may it be the best year ahead, and I have all my wishes for all of you.
നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ബെസ്റ്റ് ആയി പെർഫോം ചെയ്യുക or whatever field you are in, give your best, and yeah, that's all I have to say. Happy New Year in advance. എനിക്ക് തന്നെ പറയാനുള്ളൂ, വിഷു ആണ് വെരി ഹാപ്പി ന്യൂ ഇയർ.